വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള രീതിയിലാണ് വടക്കാഞ്ചേരി എംഎൽഎ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് ആരോപിച്ചു. 2020 നിർമ്മാണം നിലച്ച ലൈഫ് മിഷൻ കെട്ടിടം എന്തുകൊണ്ടാണ് 4.5 വർഷം കൊണ്ട് പുനരാരംഭിക്കാത്തതെന്ന ചോദ്യമാണ് MLAയോട് ചോദിക്കുവാനുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ടെക്നിക്കൽ ടീം പരിശോധന നടത്തിയതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വടക്കാഞ്ചേരി MLAയ്ക്കും നഗരസഭാ ചെയർമാനുമെതിരെ രൂക്ഷ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. അനിൽ അക്കരെ 2025 ജൂൺ മാസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഫ്ളാറ്റിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കുവാൻ കോഴിക്കോട് NIT ചുമതലപ്പെടുത്തിയത്. 4 ദിവസം മുൻപ് സംഘം പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്ന രീതിയിൽ വടക്കാഞ്ചേരി MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകുകയാണെന്നും ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം മറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താതെ സർക്കാർ നേരിട്ട് നടപ്പാക്കണമെന്നും SAA ആസാദ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി MLA ഭരണപരാജയം മറച്ചുവെക്കാൻ വടക്കാഞ്ചേരി MLAയും മുനിസിപ്പൽ ചെയർമാനും സേവ്യർ ചിറ്റപ്പള്ളിയും PN സുരേന്ദ്രനും നാടകം കളിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റിനെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വടക്കാഞ്ചേരിയുടെ MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 നിർമ്മാണ പ്രവർത്തനം നിലച്ച കെട്ടിടത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മാണം 4.5 വർഷമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല എന്ന ചോദ്യമാണ് എനിക്ക് വടക്കാഞ്ചേരി MLAയോട് ചോദിക്കാനുള്ളത്. വടക്കാഞ്ചേരിയുടെ പഴയ MLA ശ്രീ അനിൽ അക്കര ജൂൺ മാസം 2025 ജൂൺ മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ലാറ്റ് ബലക്ഷയമുണ്ടോ, ഫ്ലാറ്റിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളും ബലമുള്ളതാണോ ബലക്ഷയമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച കോഴിക്കോട്ടിലെ NIT കോഴിക്കോട്ടിലെ NIT എന്ന സ്ഥാപനത്തിനെയാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വടക്കാഞ്ചേരിയുടെ MLA ഇന്നലെയാണ് പത്രവാർത്ത കഴിഞ്ഞ് അവർ ഒരു 4 ദിവസം മുന്നേ വന്നു പോയി കഴിഞ്ഞു പരിശോധന നടത്താനായിട്ട്. ആരോടും പറയാതെ അവർ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് അവർ പോയി കഴിഞ്ഞു. ജനമധ്യത്തിൽ ജനങ്ങളെ പറ്റി 140 വീടുകൾക്ക് കൊടുക്കാനുള്ള ഫ്ലാറ്റ് 4.5 വർഷക്കാലമായിട്ടും കൊടുക്കാൻ പറ്റാത്തതിൽ വടക്കാഞ്ചേരിയുടെ മുൻ MLA ആയിരുന്നു, തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് നടന്നവർ ഈ 4.5 വർഷം എവിടെയായിരുന്നു? അവരുടെ ഭരണമാണല്ലോ. ഈ 4.5 വർഷക്കാലം എവിടെ? ഇതാരും ഏറ്റെടുക്കാനില്ല. ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ കോടതിയിൽ കിടക്കുന്ന കേസ് എന്തുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുത്തത്? അനിൽ അക്കരയല്ല. കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നടന്ന അഴിമതി സ്വപ്ന സുരേഷിൻ്റെയും മറ്റേ ഈപ്പൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ അഴിമതികളുടെ ഫലമായിട്ട് അത് നിലയ്ക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 4.5 വർഷക്കാലം ഒന്നും ചെയ്യാതെ ഇരുന്നവർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവകാശവാദങ്ങളുമായി മുന്നിൽ വരുന്നത് അപഹാസ്യമാണെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി വടക്കാഞ്ചേരി MLA നിർത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആവശ്യപ്പെടാറുള്ളത്. ലൈഫ് മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 20 കോടി രൂപയിൽ 9 കോടി രൂപയോളം കമ്മീഷനായി കൈപ്പറ്റിയിട്ട് കേരളത്തിൽ തന്നെ വലിയ വാർത്ത ഉണ്ടായ ഒരു സംഭവമാണ് ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ആരോപണങ്ങൾ. അന്ന് നീതു ജോൺസൺ എന്ന ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ടാണ് അന്ന് തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അനിൽ അക്കരയെ വീട് മുടക്കി എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തി വളരെ അപമാനിച്ച ഒരു സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 ദിവസം മുന്നേ ബലക്ഷയം പരിശോധിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ലൈഫ് മിഷൻ ചീഫ് എഞ്ചിനീയർ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ വാർത്ത അറിഞ്ഞെത്തിയ നഗരസഭാ ചെയർമാനും MLAയും അവിടെ എത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് 4.5 കൊല്ലമായിട്ട് ഈ സർക്കാരും MLAയും എവിടെയായിരുന്നു? ഇതുവരെ ഈ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ 140 ആളുകൾക്ക് ഗുണകരമായ ആ ഫ്ലാറ്റുകൾ ഉടൻ നിർമ്മിക്കണം. അത് നിർമ്മിച്ച് കൊടുക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മുൻ MLA അനിൽ അക്കരയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പരിശോധന നടത്തുന്നതിന് സംഘം എത്തിയത്. ഇതറിഞ്ഞ് MLAയും നഗരസഭാ ചെയർമാനും അവിടെ എത്തി വാസ്തവവിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കുകയായിരുന്നുവെന്നും ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും PG ജയദീപ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, മണ്ഡലം പ്രസിഡന്റ് PH ഷാനവാസ്, ജയൻ മംഗലം, KK അബൂബക്കർ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. മാക്സ് 999 MWC മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി.